ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് അവൻ ദൈവത്തെ അറിയുക എന്നത്. രണ്ടാമത്തെ ഏറ്റവും വിലയേറിയ കാര്യമാണ് അറിഞ്ഞ ദൈവത്തെ സേവിക്കുക എന്നത്. ദൈവത്തെ അറിഞ്ഞിട്ടുള്ള ധാരാളം പേരുണ്ട്, ദൈവത്തെ സേവിക്കുന്ന ധാരാളം പേരുണ്ട്. എങ്ങനെയാണ് ദൈവത്തെ സേവിക്കേണ്ടതെന്നാണ് ഇന്നത്തെ ആത്മീക ധ്യാനം. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ പലരും പരാജയത്തിലും തകർച്ചയിലും ഒക്കെ ആയിരിക്കുക. അവർ ചോദിക്കുന്നത്, ഞങ്ങൾ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ടും ഞങ്ങൾക്ക് എന്താണ് ഈ പ്രോബ്ലംസ്? അവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ ചെറിയ സന്ദേശം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിക്കും. അപ്പൊ ദൈവത്തെ സേവിക്കുന്ന ഒരു മനുഷ്യൻ ഉത്സാഹിയായിരിക്കണം. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചേ, നിങ്ങൾ ജോലിയുടെ കാര്യത്തിൽ ഉത്സാഹിയാണ്? എവിടെങ്കിലും നിങ്ങളുടെ റിലേറ്റീവിന്റെ വിവാഹത്തിന് പോകാൻ നിങ്ങൾ ഉത്സാഹിയാണ്? എല്ലാം കൃത്യസമയത്ത് നിങ്ങൾ എത്തും. പക്ഷെ ആത്മീയ കാര്യത്തിൽ മാത്രം ഉത്സാഹിയല്ല. നിങ്ങളുടെ ഉത്സാഹമില്ലായ്മയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരാജയം. മണിക്കൂറുകൾ ഫേസ്ബുക്ക് കണ്ടുകൊണ്ടിരിക്കുവാൻ, യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുവാൻ നിങ്ങൾക്ക് ഭയങ്കര ഉത്സാഹം. എന്നാൽ 10 മിനിറ്റ് ബൈബിൾ വായിക്കാനോ 10 മിനിറ്റ് പ്രാർത്ഥിക്കാനോ നിങ്ങൾക്ക് ഉത്സാഹമില്ല. എവിടെയാണ് നിങ്ങളുടെ പരാജയം? ഞാൻ ഒരു ആത്മീക സന്ദേശം പറയാം. സേവിക്കേണ്ട പോലെ ദൈവത്തെ സേവിച്ചാൽ നിശ്ചയമായും നിന്റെ ലൈഫ് അനുഗ്രഹിക്കപ്പെടും. അതിനകത്ത് 2 കാര്യങ്ങളാ പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നത്. ഉത്സാഹിയായിരിക്കണം, ദൈവത്തെ സേവിക്കുന്നതിൽ ആത്മാവിൽ എരിവുള്ളവനായിരിക്കണം. ഈ 2 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, മലാഖിയുടെ പ്രവചനത്തിലുണ്ട്, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നീ കാണും. അപ്പൊ ദൈവത്തെ സേവിക്കുന്ന നീ അനുഗ്രഹിക്കപ്പെടുവാനുള്ള സമയമായി. അല്പം കൂടെ ഉത്സാഹിയാകുക, അല്പം കൂടെ ആത്മാവിൽ എരിവുള്ളവനാകുക. നിശ്ചയമായും ഒരനുഗ്രഹം നിനക്കുണ്ട്. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുക. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവത്തെ എങ്ങനെ സേവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഉത്സാഹികളായി എരിവുള്ളവരായി ദൈവത്തെ സേവിപ്പാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ ഉത്സാഹിയായി നമുക്ക് കർത്താവിനെ സേവിക്കാം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു.